വിജയേട്ടാ നമസ്കാരം. നമസ്കാരം. വിജയേട്ടാ, നമ്മുടെ രാജ്യം ഒരു വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുകയാണ്. ഇത് ലോക രാജ്യങ്ങൾ പറയുന്ന വാർത്തയാണ് കേട്ടോ. നമ്മുടെ മലയാള മാധ്യമങ്ങളിലൊന്നും ഈ വാർത്ത നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. എങ്കിലും നമ്മുടെ മനോരമ ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ യുദ്ധം നടക്കുകയാണല്ലോ. കഴിഞ്ഞ ദിവസം ഞാൻ അതിന്റെ അവസാനം കഴിഞ്ഞ ദിവസത്തെ ഒരു ചർച്ചയിൽ അവസാനം ഞാനത് സൂചിപ്പിച്ചു. കാരണം നമ്മളിപ്പോൾ പെട്രോളിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മൾ ഗ്യാസിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല, നമ്മൾ ഒന്നിനെക്കുറിച്ച് നമുക്ക് ബോധേഡ് അല്ല എന്നുള്ളതാണ്. നമ്മളിപ്പോൾ ഗ്യാസ് നാളെ കിട്ടുമോ കിട്ടില്ല എന്നുള്ളൊരു ചർച്ച പോലും ഒരു മാധ്യമങ്ങളിലും ഇല്ല. നമുക്ക് പെട്രോൾ കിട്ടുമോ കിട്ടില്ലേ എന്നുള്ളൊരു ചർച്ച പോലും ഒന്നിലുമില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു സാഹചര്യം ഇടയ്ക്ക് നമുക്കൊരു ടൈറ്റ് വന്നായിരുന്നു. ആ ടൈറ്റ് വന്നതെന്ന് പറഞ്ഞാൽ ഹോർമൂസ് കടലിടുക്ക് അടച്ച ആ ഒരു സമയത്ത് ഒരു ടൈറ്റ് വന്നു. പക്ഷെ അപ്പോഴും ടൈറ്റ് ഇല്ല എന്ന് കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് ടൈറ്റ് ഇല്ല, ഇത് സപ്ലൈ ചെയിനിൽ വരുന്ന ബ്ലോക്കാണ്. അതായത് ടൈറ്റ് ഉണ്ടെന്ന് കാണിച്ച് ചില ക്ഷുദ്രശക്തികൾ ആൾക്കാരെ കൊണ്ട് പാനിക്കാക്കി അവർ മാസമായിട്ട് ഗ്യാസ് ബുക്ക് ചെയ്യുമ്പോൾ ഈ സപ്ലൈ ചെയിൻ ഒന്നും അല്ലേ അതാണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ പെട്രോളിനെ കുറിച്ച് കൺസേൺ അല്ല. പെട്രോളിന്റെ വില നമ്മുടെ നാട്ടിൽ കൂടുന്നില്ല. 115 രൂപയെ തന്നെയാണ് ഇപ്പോഴും പെട്രോളിന്റെ വില നിൽക്കുന്നത്. പക്ഷെ മറ്റു രാജ്യങ്ങളൊന്നും അങ്ങനെയല്ല. പാകിസ്ഥാനിൽ പെട്രോൾ പമ്പുകൾ അവർ അടച്ചിടാൻ പോവുകയാണ്. പെട്രോൾ ഡീലർമാർ പാക് സർക്കാരിന് അന്ത്യശാസനം കൊടുത്തു കഴിഞ്ഞു എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. ബംഗ്ലാദേശിൽ പെട്രോൾ കിട്ടാനില്ല, LPG LNG ഒന്നും അവിടെ കിട്ടാനില്ല. നമുക്ക് ആ വിഷയമില്ല. അത് വലിയൊരു സംഭവമാണ്, നമ്മളത് അഡ്രസ്സ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത് മാത്രമല്ല, നമ്മൾ ഈ സമയത്ത് നമ്മൾ ഈ പെട്രോൾ കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. കയറ്റുമതി ചെയ്യുന്നുണ്ട് എന്നുള്ളത് അവിടെ നിൽക്കട്ടെ, ഈ കയറ്റുമതിയിൽ നമ്മൾ വലിയ കുതിച്ചുചാട്ടം നടത്തിയിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ പെട്രോളിന് വൺ ഡിമാൻഡ് എന്നുള്ള രീതിയിലാണ് ഈ വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. സംഭവം എന്ന് പറഞ്ഞാൽ 1 ഡസൻ രാജ്യങ്ങളിലേക്കാണ് നമ്മൾ കയറ്റുമതി വൻതോതിൽ വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ഒരു കാര്യം ആലോചിച്ച് നോക്കൂ, നമ്മുടെ രാജ്യത്ത് ഇത്രയധികം ആൾക്കാരുണ്ട്, നമുക്ക് തന്നെ വേണം ഈ സാധനം നമ്മുടെ രാജ്യത്ത് കിട്ടാനുമില്ല. നമ്മൾ മേടിക്കുകയാണ് ഇത് പുറത്തുനിന്ന്. അങ്ങനെ മേടിക്കുന്ന നമ്മുടെ ആൾക്കാരുടെ ആ ഒരു ഈ ഒരു എന്താ പറയുക ആവശ്യങ്ങൾ മീറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള രാജ്യങ്ങൾക്ക് ഇത് വിൽക്കുകയാണ് എന്ന് പറയുമ്പോൾ നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളുടെ ഒരു കപ്പാസിറ്റി അത് എത്രത്തോളം ഉണ്ട് എന്ന് നമ്മൾ ഭയങ്കരമായിട്ട് ചിന്തിക്കണം. അഭിമാനം തരുന്നൊരു വാർത്ത തന്നെയാണ്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ബലത്തിൽ കയറ്റുമതി കുത്തനെ കൂട്ടാൻ കഴിഞ്ഞതോടെ സിംഗപ്പൂർ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന 3ാമത്തെ വലിയ രാജ്യമായി മാറി എന്നുള്ളത് മറ്റൊരു കാര്യം. 2025 ഒന്നാം പാദത്തിൽ $324 കോടി ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യ സിംഗപ്പൂരിലേക്ക് കയറ്റുമതി ചെയ്തതെങ്കിൽ ഈ വർഷം ഒന്നാം പാദത്തിൽ അത് $650 കോടി കുത്തനെ കൂടി. ഇതിൽ $427 കോടി പെട്രോളിയം ഉൽപ്പന്നങ്ങളായിരുന്നു. മുൻ വർഷം ഇതേ കാലയളവിൽ ഇത് $128 കോടി മാത്രമായിരുന്നു. കയറ്റുമതി വൻതോതിൽ വർദ്ധിച്ചതോടെ ദക്ഷിണാഫ്രിക്കയും ടാൻസാനിയയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്ന ഏറ്റവും വലിയ 10 രാജ്യങ്ങളുടെ പട്ടികയിലെത്തി. ആഫ്രിക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കൂടാതെ ഇറ്റലി, സ്പെയിൻ തുടങ്ങിയ യൂറോപ്യൻ രാജ്യങ്ങളും ഈ കാലഘട്ടത്തിൽ ഇന്ധനം ഉൾപ്പെടെയുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കായി ഇന്ത്യയെ വലിയ തോതിൽ ആശ്രയിച്ചു. ജോർദാൻ, ശ്രീലങ്ക, മലേഷ്യ, കെനിയ, തുർക്കി, ഹോങ്കോങ്, വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലേക്കും ഈ കാലഘട്ടത്തിൽ ഇന്ത്യൻ കയറ്റുമതിയിൽ വൻ വർധനയുണ്ടായി. ഹോങ്കോങ്ങും വിയറ്റ്നാമും ഒഴികെ മിക്ക രാജ്യങ്ങളും ഇന്ധനങ്ങൾക്കായാണ് ഇന്ത്യയെ പ്രധാനമായും ആശ്രയിക്കുന്നത്. രാജ്യത്ത് നിന്ന് പുറത്തേക്ക് വലിയ തോതിൽ ഇന്ധനങ്ങൾ ഒഴുകുന്നത് തടയാൻ സർക്കാർ നികുതി ഫിൻസ്ഫാൾ ടാക്സ് വലിയ തോതിൽ നമ്മൾ കൂട്ടിയിരുന്നു. അന്ന് ഈ നികുതി കൂട്ടിയെന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ അത് ആഘോഷിച്ച വാർത്ത ഓർമ്മയുണ്ടോ? ഇത് സർക്കാർ ഇതാ നികുതി കൂട്ടിയിരിക്കുന്നത്. അതെ, അതായത് കൂട്ടിയത് ഇവിടെ നിന്ന് പുറത്തേക്ക് പെട്രോൾ പോകാതിരിക്കാനാണ് എന്ന് പോലും ഇവന്മാർ പറയുന്നില്ല എന്നുള്ളതാണ്. സിംഗപ്പൂർ കഴിഞ്ഞാൽ ഇന്ധനം ഇറക്കുമതി കൂടുതൽ നമ്മൾ ടാൻസാനിയയിലേക്കാണ് നടത്തുന്നത്. അതായത് ഒന്ന് ആലോചിച്ച് നോക്ക് ചേട്ടാ, നമുക്ക് ഈ പെട്രോൾ എന്ന് പറയുന്ന സാധനം നമുക്കില്ല. നമുക്ക് ഒരു സ്ഥലത്ത് നമ്മൾ കുഴിക്കുന്നില്ല, നമ്മളത് എടുക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ എണ്ണപ്പാടങ്ങൾ വാടകയ്ക്ക് എടുത്തിട്ടുണ്ട്. ആ എണ്ണപ്പാടങ്ങൾ നമ്മൾ വാടകയ്ക്ക് എടുത്ത് നമ്മളത് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പോരാത്തതിന് നമ്മൾ ഈ യുദ്ധത്തെ നമ്മൾ ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയെടുത്തുകൊണ്ട് നമ്മൾ റഷ്യയിൽ നിന്നും റെക്കോർഡ് എണ്ണ ഇങ്ങോട്ടേക്ക് ഇറക്കുമതി ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ എണ്ണ ഇവിടെ ശുദ്ധീകരിച്ച് റഷ്യക്ക് തന്നെ നമ്മൾ തിരിച്ചയക്കുന്നുണ്ട്. യുക്രൈൻ യുദ്ധം വന്നപ്പോൾ റഷ്യയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് എണ്ണ ഇറക്കുമതി ചെയ്ത് അത് യൂറോപ്പിന് വിറ്റ് നമുക്ക് പൈസ നമ്മൾ ഈടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ദീർഘവീക്ഷണമില്ലാത്തൊരു ഭരണകൂടം, വ്യക്തമായിട്ടുള്ള പ്ലാനിങ് ഇല്ലാത്തൊരു ഭരണകൂടം ഇല്ലെങ്കിൽ ഇത് നടക്കില്ല എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം ഇനി ഞാൻ പറയാൻ പോകുന്ന കുറച്ച് കണക്കുകളാണ്. സൗത്ത് ആഫ്രിക്കയിലേക്കുള്ള കയറ്റുമതി 65 കോടിയിൽ നിന്നും $171 കോടി ഉയർന്നു. ശ്രീലങ്കയിൽ $16 കോടി നിന്നും $75 കോടി നമ്മൾ പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റി അയക്കുന്നു. മലേഷ്യ 40 കോടിയിൽ നിന്ന് $86 കോടി, കെനിയ 81 കോടിയിൽ നിന്ന്
ഡോളറിന്റെ ഇന്ധനം നമ്മളിൽ നിന്ന് ഇപ്പൊ തന്നെ വാങ്ങി. മുൻ വർഷം ഇത് 39 കോടി ഡോളർ ആയിരുന്നു. ഇനി ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, തുർക്കി യവന്മാർക്ക് നമ്മൾ കൊടുക്കുന്നുണ്ട്. തുർക്കിയുടെ കാര്യത്തിൽ 40 ലക്ഷം ഡോളറിൽ നിന്ന് 24 കോടി ഡോളറായി വർദ്ധിച്ചു തുർക്കിക്ക് നമ്മൾ പെട്രോൾ വിൽക്കുന്നത്. അതായത് 5800% വർധനവാണ് തുർക്കിയുടെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നത്. വെറും 40 ലക്ഷം ഡോളറിൽ നിന്ന് 24 കോടി ഡോളറായിട്ടാണ് ഈ വർഷം നമ്മൾ തുർക്കിക്ക് പെട്രോൾ കൊടുക്കുന്നത് വർദ്ധിച്ചിരിക്കുന്നത്. ബേസിക്കലി ഇതിന് ചോദ്യമൊന്നുമില്ല, എങ്ങനെ ഇത് സാധിക്കുന്നു എന്നുള്ളതാണ് എൻ്റെ ബേസിക് ആയിട്ടുള്ള എൻ്റെ ഒരു കാര്യം. നമ്മുടെ രാജ്യത്ത് രണ്ട് തരത്തിലുള്ള റിഫൈനറികളാണ് ഉള്ളത്. ഒന്ന് നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളായ റിഫൈനറികൾ. അവർ കൂടുതലായിട്ട് ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുന്നത് നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നമ്മുടെ രാജ്യത്തിന്റെ ആവശ്യവും നമ്മുടെ രാജ്യത്തിലെ പൗരന്മാരുടെ ആവശ്യത്തിനുമാണ്. എന്നാൽ റിലയൻസ് പോലെയുള്ള മറ്റ് പ്രൈവറ്റ് സെക്ടറിലുള്ള റിഫൈനറികൾ, ഇപ്പോൾ റിലയൻസിന്റെ റിഫൈനറി നമുക്കറിയാം, അവരുടെ പമ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള പെട്രോൾ കഴിഞ്ഞാൽ ബാക്കിയെല്ലാം അവർ വിൽപ്പനയ്ക്ക് വേണ്ടിയിട്ടാണ്. ഇന്ത്യ എങ്ങനെയാണ് ഈ മേഖലയിലേക്ക് വന്നതെന്ന് വെച്ചാൽ ഇന്നും ഇന്നലെയുമല്ല. 2024 കാലഘട്ടത്തിൽ തന്നെ സിംഗപ്പൂർ അടക്കം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുള്ള റിഫൈനറികൾ ഇന്ത്യ വാടകയ്ക്ക് എടുത്തിരുന്നു. കാരണം നമുക്ക് റിഫൈനറികൾ, അതായത് ഒരുപക്ഷെ ധനുഷ് സൂചിപ്പിച്ചത് വളരെ കറക്റ്റാണ്. ഈ ദീർഘവീക്ഷണമുള്ള ഭരണാധികാരി എന്ന് നമ്മൾ പറയുമല്ലോ. 2024 പ്രത്യേകിച്ച് ഈ ലോകത്തൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ 2022 ഉക്രൈൻ യുദ്ധം ആരംഭിച്ചിരുന്നു. നമ്മളപ്പോൾ പതുക്കെ, അതുവരെ നമ്മൾ റഷ്യയിൽ നിന്ന് എണ്ണയൊന്നും വാങ്ങിച്ചിട്ട് ഉള്ള ഒരു രാജ്യമല്ല. തുച്ഛമായ ഒരു എണ്ണ മാത്രം 0.04 എങ്ങാണ്ടായിരുന്നു നമ്മൾ അവിടെ നിന്ന് നമ്മൾ വാങ്ങുന്ന എണ്ണയുടെ ഒരു കണക്ക്. എന്നാൽ 2022 ശേഷം വലിയ രീതിയിൽ തന്നെ നമ്മൾ എണ്ണ വാങ്ങാൻ തുടങ്ങി. അതിനുശേഷമാണ് നമ്മൾ സിംഗപ്പൂര്, മലേഷ്യ അടക്കമുള്ളിടത്ത് റിഫൈനറികൾ നമ്മൾ റെന്റിനെടുത്തു. എന്തിന് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവിടെ നമുക്കുള്ള പെട്രോൾ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ടല്ല നമ്മൾ ആ റിഫൈനറികൾ റെന്റിനെടുത്തത്. പകരം ഈ അധികമായി നമ്മൾ വാങ്ങുന്ന ക്രൂഡ് ഓയിൽ അത്തരം റിഫൈനറികൾ റിഫൈൻ ചെയ്തിട്ട് നമ്മൾ മറ്റ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യുകയായിരുന്നു. ഒടുവിൽ ശ്രീമാൻ ട്രംപ് ഇത് വളരെ പച്ചയ്ക്ക് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത്, ഈ റഷ്യയിൽ നിന്ന് വലിയ രീതിയിൽ എണ്ണ വാങ്ങി ഇന്ത്യ സമ്പന്നരാകുകയാണ്. കണക്ക് സഹിതം അദ്ദേഹം പറഞ്ഞത് സമ്പന്നരാകുന്നു. അദ്ദേഹത്തിന്റെ വ്യാപാര സെക്രട്ടറി ശ്രീ നരേവോ ഒരു പടി കൂടി കടന്ന് അദ്ദേഹം പറഞ്ഞത്, ബ്രാഹ്മണന്മാർ പെട്രോൾ വിറ്റ് പൈസ സമ്പാദിക്കുന്നു എന്നാണ്. അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ അംബാനിയെയും ഒക്കെയാണ് അങ്ങനെ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത്. അംബാനി ബ്രാഹ്മണനല്ല എന്നുള്ളതാണ് മറ്റൊരു കോമഡി. പിന്നെ ഈ ഇന്ത്യക്കാരെ പൊതുവെ രണ്ടാക്കാൻ വേണ്ടിയിട്ട് ബ്രിട്ടീഷുകാർ പണ്ടോട്ട് ഉപയോഗിക്കുന്നതാണ് അവർണം സവർണം എന്നുള്ള വാക്ക് ഉപയോഗിക്കും. അതിന്റെ ഭാഗമായിട്ടാണ് ബ്രാഹ്മണൻ എന്നുള്ള വാക്ക് അദ്ദേഹം ഉപയോഗിച്ചത്. അങ്ങനെ അതുകൊണ്ട് അങ്ങനെ തിന്നു കൊഴുക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല എന്ന് തുറന്നു പറയുകയും ചെയ്തു. അന്നു മുതൽ തന്നെയാണ് വലിയ രീതിയിൽ തന്നെ, ധനുഷ് ഓർക്കുന്നുണ്ടാകും, ജാംനഗറിലുള്ള റിലയൻസിന്റെ റിഫൈനറി തകർക്കുമെന്നാണ് മുനീർ പറഞ്ഞത് ഇനിയൊരു യുദ്ധമുണ്ടായാൽ. ഇത് എന്തുകൊണ്ടാണ് ഇത് ലക്ഷ്യം വെക്കുന്നത് എന്ന് ചോദിച്ചാൽ, അതുവഴിയായിരുന്നു പുറത്തേക്കുള്ള കച്ചവടം ഏറ്റവും കൂടുതൽ നടക്കുന്നത്. അന്നും ഇന്നും നടക്കുന്നു. അങ്ങനെ ഇപ്പോൾ രണ്ടാമത് യുദ്ധം വന്നു, ഇറാനും അമേരിക്ക തമ്മിൽ യുദ്ധം വന്ന് കൊടുമ്പരി കൊണ്ട് ഗ്യാസിനും പെട്രോളിനും ഒക്കെ വലിയ ഷോർട്ടേജ് വന്ന സമയത്ത് ശ്രീ നരേന്ദ്രമോദി ഈ പുറത്തേക്ക് അയക്കുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വലിയ രീതിയിൽ നികുതി വർദ്ധിപ്പിച്ചു. അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് അതിന് കുറവുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വലിയ രീതിയിൽ തന്നെ നമ്മൾ നികുതി വർദ്ധിപ്പിച്ചത്. പക്ഷെ ഇത് നമ്മുടെ മലയാള മാധ്യമങ്ങൾ കൊടുത്തത് ഡീസലിനും പെട്രോളിനും നികുതി വർദ്ധിച്ചു എന്നൊരു വലിയ തലക്കെട്ടാണ് കൊടുത്തത്. അപ്പൊ അത് കാണുന്ന സാധാരണപ്പെട്ടവരായിരിക്കും, ദൈവമേ ഈ മോദി നമ്മുടെ പെട്രോളിനും ഡീസലിനും ഒക്കെ വീണ്ടും വില കൂട്ടുകയാണോ എന്നുള്ളത്. പക്ഷെ അതല്ല, കയറ്റുമതി ചെയ്യുന്ന ക്രൂഡ് ഓയിലിനായിരുന്നു അങ്ങനെ ഇത് ചെയ്തിരുന്നത്. അപ്പം ഇത് വലിയ രീതിയിൽ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിരുന്നു ഏറ്റവും കൂടുതൽ. ആദ്യഘട്ടത്തിൽ ട്രംപ് അനങ്ങാതിരുന്നതും അതുകൊണ്ട് തന്നെയാണ്. യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളായിരുന്നു ഇന്ത്യയിൽ നിന്ന് ഇത് വാങ്ങിയത്. കാരണം അവർക്ക് വേറെ വഴിയില്ല. കാരണം ട്രംപ് ഉത്തരവിട്ട് കഴിഞ്ഞു ഇനി അവിടുന്ന് ഒരു എണ്ണയും ഗ്യാസും ഒന്നും വാങ്ങരുത് എന്നുള്ളത്. ഏറ്റവും വലിയ രസം, ജർമ്മനിയുടെ ഗ്യാസ് 55% റഷ്യയിൽ നിന്നാണ് വരുന്നത്. ഇപ്പോഴും അതിൽ അവർ കുറവ് വരുത്തിയിട്ടേ ഉള്ളൂ, പൂർണ്ണമായിട്ട് നിർത്തിയിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു രസം. അപ്പം അതൊക്കെ കൊണ്ടുവന്നു. പക്ഷെ ഇന്ത്യ ഈ മേഖലയിൽ കുറച്ചുകൂടി മുൻപോട്ട് പോയി. നമ്മൾ വലിയ വലിയ മേഖലകളിലേക്ക് പോയി. ആഫ്രിക്കകളിലെത്തി, ഏഷ്യയുടെ പല മേഖലകളിലും എത്തി. അങ്ങനെ ചോദിക്കുന്നവർക്കൊക്കെ എണ്ണ നൽകാൻ പ്രാപ്തരായ ഒരു രാജ്യമായി ഇന്ത്യ മാറി. വലിയ രസം എന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മളൊരു വാർത്ത ചെയ്തത് ഓർമ്മയുണ്ടോ വിചേട്ടന്? അതായത് പണ്ടൊക്കെ ഈ ലോക രാജ്യങ്ങളുടെ എണ്ണ അതിന്റെ വില നിയന്ത്രിച്ചു കൊണ്ടിരുന്നത് സൗദി അറേബ്യ അടക്കമുള്ള മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളാണ്. അതായത് അവർക്ക് പെട്രോളിന് നമ്മുടെ ഇവിടെ പെട്രോളിന് ഡിമാൻഡ് വില നിയന്ത്രിക്കണമെങ്കിൽ അവരവരുടെ ടാപ്പ് തുറക്കുകയും അടക്കുകയും ചെയ്യുമായിരുന്നു എണ്ണയുടെ. പക്ഷെ ഇന്ന് കാര്യം മാറി. ഇന്ന് ഓയിൽ ഇൻഡസ്ട്രിയിലെ ഗെയിം ചേഞ്ചർ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്. ഇന്ത്യയാണ്
അതിലെ ഗെയിം ചേഞ്ചർ ആയിരിക്കും. അതിനകത്തുള്ള അത്ഭുതം എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് എണ്ണ കുഴിക്കുന്നില്ല എന്നുള്ളതാണ് അതിന്റെ അത്ഭുതം എന്ന് പറയുന്നത്. അതാണ് രസം. ഒരു 2014 മുമ്പ് വരെ എണ്ണയ്ക്കായിട്ട് കൈനീട്ടി നിന്നിരുന്ന ഒരു രാജ്യമാണ് ഇന്ത്യ. പലപ്പോഴും സുഡാപ്പികൾ പറയുമായിരുന്ന ഒരു കാര്യമുണ്ട്, ഗൾഫ് രാജ്യങ്ങൾ കനിഞ്ഞില്ലെങ്കിൽ ഇവിടെ നിശ്ചലമാകും, വണ്ടി ഓടില്ല, നീയൊക്കെ എന്തെടുത്തിട്ട് ഓടിക്കൂടാ സംഘികളെ എന്ന് ചോദിച്ചിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. ഇന്നിപ്പം അവിടുത്തെ ഒന്നും എണ്ണയ്ക്കും പിണ്ണാക്കിനും വലിയ ഡിമാൻഡ് ഇല്ലാത്ത ഒരു കാലമായി അത് മാറുകയും ചെയ്തിരിക്കുന്നു. ഇവിടെ റഷ്യ ഒരു വലിയ പരിധി വരെ, ഇവിടെയാണ് ട്രംപ് 100% താരിഫ് ചുമത്താനുള്ള സാധ്യതയില്ല എന്ന് പലരും പറയുന്നത്. ഇന്ത്യയും ചൈനയും അത് കേൾക്കാൻ സാധ്യതയില്ല. കാരണം അവർക്ക് ഇപ്പോൾ നിലവിൽ വേറെ എങ്ങൊന്നും എണ്ണ കിട്ടാനില്ലാത്തതുകൊണ്ട് അവർ റഷ്യയെ തന്നെ ആശ്രയിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഉപരോധങ്ങൾ ഫലപ്രദമാകില്ല എന്ന് ട്രംപിന് ആരൊക്കെയോ ചേർന്ന് ഉപദേശവും കൊടുത്തു തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ. ഏതായാലും നമ്മളെ സംബന്ധിച്ച്, നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വലിയ അഭിമാനമാണ്. ഇതിനിടയിൽ നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബംഗ്ലാദേശ് പോലെയുള്ള ചില രാജ്യങ്ങൾക്ക് ഇന്ത്യ ഈ പെട്രോളിയം, അതായത് എണ്ണയുടെ വലിയ പ്രതിസന്ധി ഉണ്ടായപ്പോൾ നമ്മൾ അവർക്ക് അത് നൽകുകയും ചെയ്തിരുന്നു. അതായത് നമ്മൾ എല്ലായിടത്തും കൊള്ളലാഭം ഉണ്ടാക്കുകയല്ല ചെയ്തത്, അവിടെ നൽകുകയും ചെയ്തു. അത് കഴിഞ്ഞ് ഇപ്പോ ബംഗ്ലാദേശ് ഒരു ഇന്ത്യയുമായിട്ടൊരു കരാർ വെച്ചിരിക്കുന്നു. ഒന്നുകിൽ ഞങ്ങളുടെ റിഫൈനറികൾ നിങ്ങൾ ഏറ്റെടുക്കുക, അതായത് ബംഗ്ലാദേശിലുള്ള 1-2 റിഫൈനറി ഉണ്ട്, അത് നിങ്ങൾ ഏറ്റെടുക്കുക, ഇല്ലെങ്കിൽ നിങ്ങൾ ഞങ്ങൾക്ക് പ്യൂരിഫൈ ചെയ്ത് തരിക എന്നുള്ളത്. ഒരുപക്ഷെ ഇന്ത്യ അധികം വൈകാതെ തന്നെ, ഇപ്പോൾ നമ്മുടെ ബംഗ്ലാദേശിന്റെ പുതിയ പ്രധാനമന്ത്രി റഹ്മാൻ ഈ അടുത്ത മാസം ഇന്ത്യയിലേക്ക് എത്തുന്നുണ്ട്. അതിൽ നമ്മൾ അവരുടെ റിഫൈനറി എടുക്കാൻ സാധ്യതയുണ്ട്, ഏറ്റെടുക്കാൻ സാധ്യത കൂടുതലാണിപ്പോൾ. കാരണം ഇന്ത്യ ലോകത്തെമ്പാടും ഇപ്പോൾ ഇന്ത്യക്ക് റിഫൈനറികളുണ്ട്, സ്വന്തമല്ല റെന്റിന് എടുക്കുകയാണ്. എല്ലാ രാജ്യങ്ങളും ചെയ്യുന്ന പണിയാണ്. ഇപ്പൊ എണ്ണപ്പാടങ്ങൾ നമ്മൾ റെന്റിനാണ് എടുക്കുന്നത്, അതുപോലെ തന്നെ ഉള്ള റിഫൈനറികൾ എടുക്കുന്നുണ്ട്. ആ റിഫൈനറികൾ എടുത്തിട്ട് അതിന്റെ നടത്തിപ്പ്, കാരണം നമുക്കിപ്പം ഈ വരുന്ന ക്രൂഡ് ഓയിൽ അവിടെ ശുദ്ധീകരിച്ചിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ ട്രാൻസ്പോർട്ടേഷനും വലിയ രീതിയിൽ, ഇപ്പം സിംഗപ്പൂരൊക്കെ ഈ മേഖല, ഈ ലിസ്റ്റിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാര്യം സിംഗപ്പൂർ തന്നെ ഇത് അവിടുത്തെ റിഫൈനറി തന്നെ നമ്മൾ ശുദ്ധീകരിക്കുന്ന സാധനം തന്നെയാണ് അവർക്ക് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ട്രാൻസ്പോർട്ടേഷന് വലിയ ലാഭം കിട്ടും. ലാഭം ഉള്ളിടത്തുനിന്നാണല്ലോ ഏത് രാജ്യവും ചരക്കെടുക്കുന്നത്, അപ്പൊ അത് കിട്ടും. പിന്നെ ഈ ദൂരെ പല രാജ്യത്ത്, ഇപ്പൊ ആഫ്രിക്കയിൽ നമ്മൾ റിഫൈനറികൾ നോക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ളത് വരുമ്പോൾ ആ ഏരിയയിൽ കൊടുക്കാനായിട്ട് അത് മതിയാകും അവർക്ക്. അപ്പൊ അതിന്റെ ഒരു എക്സ്പെൻസ് അവർക്ക് കുറഞ്ഞു കിട്ടുന്നുണ്ട്. ഇതൊക്കെയാണ്. അത് മാത്രമല്ല, ഇപ്പോൾ റഷ്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസമാണ് റഷ്യ ഒരു വലിയ ഓഫ് റോഡ് നമുക്ക് പ്രഖ്യാപിച്ചിട്ടുണ്ട്. വലിയ രീതിയിൽ വില കുറച്ച് തരാൻ അവർ തയ്യാറായിട്ടുമുണ്ട്. കാരണം റഷ്യയെ സംബന്ധിച്ച് ഇന്ത്യ എന്ന് പറയുന്ന ഒരു മാർക്കറ്റ് അവർക്ക് വിട്ട് കളയാൻ കഴിയില്ല. കാരണം ഇന്ത്യയും ചൈനയും മാത്രമേ ഉള്ളൂ അവർക്ക്. ചൈനയെ അവർക്ക് അങ്ങനെ പൂർണ്ണമായും നമ്പാനും വലിയ താല്പര്യവുമില്ല.